Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബാച്ചിലർ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡ് ബുർജി ആട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 സ്ലൈസ് ബ്രെഡ്, മുട്ട 2 അല്ലെങ്കിൽ 3 എടുക്കാം. 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള, മീഡിയം സൈസ് തക്കാളി, ഇത് രണ്ടും കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതുണ്ടാക്കി തുടങ്ങാം. ആദ്യമേ ഈ ബ്രെഡ് ഒന്ന് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിക്കാം. ഇതുപോലെ ആട്ടോ മുറിച്ചെടുക്കേണ്ടത്. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടാകണം. ഇതിലേക്ക് ജീരകം ഇടാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ സവാള, പച്ചമുളക്, ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർക്കാം. ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർക്കാം. ഇനി ഈ ബ്രെഡ് ഇതിൻ്റെ അകത്ത് ഈ മസാലയ്ക്കകത്ത് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡ് നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നല്ല ഉലർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ചേർക്കുന്നതൊക്കെ എത്ര ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചേർക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് 3 മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചിക്കി എടുക്കാം. ഈ മുട്ട നന്നായിട്ടൊന്ന് ഉലർന്നു വരണം കേട്ടോ. ഇതിൽ ചേർത്തേക്കണ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. അതിങ്ങനെ പൊടിഞ്ഞു വരണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം മല്ലിയില ഇടുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ബ്രെഡ് ബുർജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ അതിൻ്റെ ടെക്സ്ചർ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇതിൻ്റെ റെസിപ്പി എനിക്ക് മുല്ലേണ്ണ കേട്ടോ പറഞ്ഞു തന്നത്. അപ്പം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.